പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ RSS BJP വിരുദ്ധ പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് നീക്കി ലോക്സഭാ സ്പീക്കർ. മോദിയുടെ ലോകത്ത് നിന്ന് സത്യം നീക്കം ചെയ്യപ്പെടാമെന്ന് രാഹുൽ ഗാന്ധിയുടെ മറുപടി. ഹിന്ദു പരാമർശം വിവാദമാക്കുന്നത് BJPയുടെ തന്ത്രമെന്ന് അഖിലേഷ് യാദവ്. പാർലമെന്ററി ചട്ടങ്ങൾ പാലിക്കണമെന്നാണ് NDA MPമാർക്ക് പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുമല്ല ഹിന്ദുക്കൾ എന്നവകാശപ്പെടുന്നവർ 24 മണിക്കൂറും അക്രമത്തിലും വിദ്വേഷത്തിലും വ്യാപൃതരാകുന്നത് എങ്ങനെയെന്നുമായിരുന്നു ഇന്നലെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഈ പരാമർശമാണ് സ്പീക്കർ ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കിയത്. മോദിയുടെ ലോകത്ത് നിന്ന് സത്യം നീക്കം ചെയ്യപ്പെടാമെന്നായിരുന്നു സ്പീക്കറുടെ നടപടിയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. യാഥാർത്ഥ്യത്തിൽ നിന്ന് സത്യത്തെ മാറ്റി നിർത്താനാവില്ല. സത്യം സത്യമാണെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. मोदी जी की दुनिया में सच्चाई एक्सपंज हो सकती है, मगर रियलिटी में सच्चाई एक्सपंज नहीं हो सकती है. जो मैंने कहा था, जो मैंने कहना था, मैंने कह दिया. वो सच्चाई है और एक्सपंज करें, जितना करना है करें. सच्चाई होती है. धन्यवाद. RSSനും BJPക്കുമെതിരായ പരാമർശം വിവാദമാക്കുന്നത് BJPയുടെ തന്ത്രമാണെന്നായിരുന്നു ലോക്സഭയിൽ അഖിലേഷ് യാദവിന്റെ പരാമർശം. അഗ്നിവീർ, മണിപ്പൂർ, കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചുവെന്നും ലോക്സഭയിൽ അഖിലേഷ് യാദവ്. പാർലമെന്ററി ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ MPമാർക്ക് നിർദ്ദേശം നൽകി. രാജ്യത്തെ സേവിക്കാനാവണം MPമാർ പാർലമെന്റിലെത്തേണ്ടത്. രാജ്യം ആദ്യം എന്നതാവണം പ്രാധാന്യമെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. നീറ്റ് UG ക്രമക്കേട് പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണം. പ്രധാനമന്ത്രി ചർച്ച നയിക്കുന്നതാണ് ഉചിതമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ കത്തിലെ ഉള്ളടക്കം. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.